ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. തേരെ ഇഷ്ക് മെയിൻ ഹിന്ദി ഫിലിമാണ്. അതിന്റെ തമിഴ് ടീസറാണ് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ധനുഷാണ് നായകൻ, കൃതി സനോൻ നായിക, എ.ആർ. റഹ്മാന്റെ മ്യൂസിക്കൽ ആനന്ദ് എൽ റായ് ആണ് സംവിധാനം ചെയ്യുന്നത്. ആനന്ദ് എൽ റായ് നിങ്ങൾക്ക് അറിയായിരിക്കും. അത്രാങ്കിറെ രാഞ്ജന, ധനുഷിന്റെ ഹിന്ദി ഫിലിംസ് ഒക്കെ എടുത്തത് പുള്ളിക്കാരനാണ്. പുള്ളിക്കാരൻ ഒരു ലവ് ഫെയിലിയർ പൈത്യമാണെന്ന് തോന്നുന്നു. എല്ലാ പടത്തിലും അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. ഇതിലും അങ്ങനെയാണെന്ന് കണ്ടറിയാം. കൃതി സനോൻ, ഗൈസ് കണ്ടപാടെ ലവ് ഫെയിലിയർ ആണെന്നാണ് തോന്നുന്നത്. ഗംഗാ തീർത്ഥം കൊണ്ടുവരണം തോന്നിച്ചു. പുതു வாழ்க்கை ஆரம்பிக்க போற. பழைய பாவத்தை கழிச்சிட்டு போ. അതൊരു കൊച്ചു ഭയങ്കര ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ധനുഷിന് ഷേവ് ചെയ്ത ആള് മാറി, ചെറിയൊന്ന് ഡ്രിം ചെയ്ത ആള് മാറി. പെട്ടെന്ന് ആള് മാറാൻ പറ്റും ധനുഷിന്. ஈஸ்வரனும் வைத்திரு ஒரு பையனை கொடுக்கட்டும். அப்பதான் உனக்கு புரியும், காதல தோத்து செத்து போறவன் கூட யாரோ ஒருத்தரோட புள்ளதான். നവംബർ 28 ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഇത് ലവ് ഫെയിലിയർ സെറ്റപ്പ് എന്നാണ് തോന്നുന്നത്. ടീസർ കാണുമ്പോൾ തന്നെ മനസ്സിലായി. ആനന്ദും ധനുഷും തമ്മിൽ എന്തോ ഒരു ലിങ്ക് ഉണ്ട്. ഫുൾ ഇതുപോലെ ലവ് ഫെയിലിയർ സെറ്റപ്പ് എടുക്കും. ധനുഷ് അവസാനം മഷിയായി, കിളിയായി, അടിയും കൊണ്ട് വേദനിച്ച് നൊന്ത് നൂലായിട്ടാണ് പോകുന്നത്. വൈ ധനുഷ്, തിരിച്ച് നിങ്ങളൊരു തേപ്പ് കൊടുക്കുന്ന ഒരു സിനിമ എടുക്കണ്ടേ ധനുഷ്? ഇതിലും എ.ആർ. റഹ്മാന്റെ കിട്ടുന്ന മ്യൂസിക് ഒക്കെ എന്തായാലും കാണും. എ.ആർ. റഹ്മാൻ ഒരു ലവ് ടൈപ്പ് ഒക്കെ കിട്ടിയ പിന്നെ എ.ആർ. റഹ്മാന് വിളയാട്ടമാണ്, കണ്ടറിയാം.